ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലുള്ളവർ സുരക്ഷിതരെന്ന കപ്പലിലുള്ള മലയാളി യുവതി ആൻറ്റസിയുമായി ഫോണിൽ സംസാരിച്ചതായി ആൻറ്റസയുടെ പിതാവ് ബിജു ഇബ്രഹാം. ഫോൺ പിടിച്ചെടുത്തതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ല, താൻ സുരക്ഷിതയെന്ന് ആൻറ്റസ കുടുംബത്തെ അറിയിച്ചതായും ബിജു ഇബ്രഹാം പറഞ്ഞു. ആശ്വാസം വരുന്ന രീതിയിൽ എൻ്റെ മോളിപ്പോൾ കപ്പലിൽ നിന്ന് വാട്സപ്പ് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും വീട്ടിലേക്ക് വിളിക്കാനായിട്ട് അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ഫോൺ അവർ റിലീസ് ചെയ്തു. 1 മണിക്കൂറിൽ ഫോൺ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞാണ് എല്ലാവർക്കും ഫോൺ കൊടുത്തത്. അപ്പം ഞാൻ ബാക്കി മലയാളീസുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഏതായാലും മോൾ എന്നെ വിളിച്ചു. പിന്നെ അവൾ പറയുന്ന റീസിന് ഒരാഴ്ചക്കുള്ളിൽ എല്ലാത്തിനും തീരുമാനമാകുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട്. രാഹുൽ, എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരം? പുറത്തു വരുന്നത് ഈ കപ്പലിലുള്ള 4 മലയാളികളിൽ 2 പേര് ഇതിനോടകം തന്നെ കുടുംബത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. തൃശൂർ സ്വദേശിയായ ആൻറ്റസയും കോഴിക്കോട് സ്വദേശിയായ ശ്യാംനാഥുമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് കുടുംബവുമായി സംസാരിച്ചത്. ഇതിൽ തൃശൂർ സ്വദേശിയായ ആൻറ്റസയുടെ പിതാവിനോടാണ് നമ്മൾ സംസാരിച്ചത്. ആൻറ്റസയുടെ പിതാവിന്റെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. ആൻറ്റസ പറയുന്നതനുസരിച്ച് ആൻറ്റസ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരും കപ്പലിൽ സുരക്ഷിതരാണ്. ഈ ഫോൺ 1 മണിക്കൂർ നേരത്തേക്കാണ് ഉപയോഗിക്കാനായി കൊടുത്തിട്ടുള്ളത്. ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കപ്പലിൽ ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഇറാൻ സർക്കാർ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ആൻറ്റസ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. ഒരാഴ്ച കൊണ്ട് തന്നെ ഈ കപ്പലിലുള്ള മുഴുവൻ ആളുകളുടെയും മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയും ആൻറ്റസ കുടുംബവുമായി പങ്കുവച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ നിമിഷത്തിൽ, അതായത് കപ്പൽ പിടിച്ചെടുത്ത് 2ാം ദിവസമാകുമ്പോൾ ആശ്വാസ വാർത്തയാണ് പുറത്തു വരുന്നത്. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.